ഹലോ ഫ്രണ്ട്സ്, നമ്മളെ ഈ ഒരു ചക്ക ഇത് പുഴുങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ്. കാരണം കൈ എത്തുന്ന ദൂരത്തുള്ള ഒരു ചക്കയായിരുന്നു അതെടുത്ത് പുഴുങ്ങണം എന്നൊക്കെ വിചാരിച്ച് കാത്തിരുന്നതാണ്. പക്ഷേ അതങ്ങ് പഴുത്തു പോയി. ഇത് വരിക്കയല്ല, കൂഴച്ചക്കയാണ്. അപ്പോൾ സാധാരണ ഇവിടെ ചക്ക അങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ ആർക്കും വലിയ താല്പര്യമില്ല. പ്രത്യേകിച്ച് കൂഴച്ചക്ക ആകുമ്പോൾ അത് പിന്നെ കളയത്തേ ഉള്ളൂ. പക്ഷെ ഞാനപ്പോൾ പറഞ്ഞു എനിക്കതിൻ്റെ കുറച്ച് ചുള എടുത്തതാണ്, ഞാനത് വെച്ചൊരു കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ചുള എനിക്ക് എടുത്ത് തരുവാണ്. ബാക്കിയുള്ളത് കളയാൻ പോകും. അപ്പോൾ അതിൽ നിന്ന് എന്നാൽ ചക്കക്കുരു എടുക്കാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ള ചുളയിൽ നിന്ന് ചക്കക്കുരു എടുക്കുവാണ്. അങ്ങനെ ഇത്രയും ചക്കക്കുരു കളയാൻ പോകുന്നതിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ചക്കക്കുരു നല്ലതാണ്, കണ്ടില്ലേ. ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ ചെയ്യാമല്ലോ നമുക്ക്. അതെന്തിനാണ് കളയുന്നത്? പശുവിനും കൊടുക്കാൻ പറ്റത്തില്ല, കാരണം പഴുത്തു പോയതുകൊണ്ടേ. ഇത്രയും ചുള ഇത് ചക്കക്കുരു ഉൾപ്പെടെയുള്ള ചുള നമുക്ക് വേണ്ടി എടുത്തു തന്നതാണ്. കുമ്പളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഞാൻ എടുത്തു വെച്ചു. പിന്നെ നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് വഷണയില വേണം. ഇവിടെ വഷണയില എന്നാണ് പറയുക, ചിലയിടത്ത് അതിന് വഴനയില എന്ന് പറയും അല്ലേ. അതിന് നല്ലൊരു സ്മെല്ലുള്ള ഇലയാണേ. അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര വേണം, അതൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ വെക്കുവാണ്. ഇത് ഒരുപാട് മെനക്കേട്ടുള്ളൊരു പണിയാണല്ലോ. അതാണ്ട് ഇനിയിപ്പോൾ ബാക്കി ഞാൻ എടുത്തു വെച്ച ചക്കച്ചോളയിൽ നിന്നുള്ള ചക്കക്കുരു മാറ്റിയിട്ട് അതിൻ്റെ ആ ചക്ക മാത്രമായിട്ട് എടുക്കുവാണ്. ഇത് വൈകുന്നേരം ആയിപ്പോയി, ഒത്തിരി സന്ധ്യയാകാറായി. അതുകൊണ്ടാണ് ഒട്ടും സമയവുമില്ല. അല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ള ചുളയും എടുത്ത് മാറ്റി വെച്ചേനായിരുന്നു എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ സമയം ഒട്ടും ഇല്ലാതെയായി. അതിൻ്റെ ഇടയ്ക്ക് കുറേ ചേമ്പും ഒക്കെ പറിക്കുകയും ഒക്കെ ചെയ്തായിരുന്നേ. ഒട്ടും സമയമില്ല, ഒത്തിരി പിന്നെ വൈകിയായി. പിന്നെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ചെയ്യാൻ തുടങ്ങിയതാണ്. ഈ കൂഴച്ചക്ക ആയതുകൊണ്ട് കണ്ടോ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് തെന്നി പോവുകയാണേ. പിന്നെ ഒരു കണക്കിന് അതെല്ലാം എടുത്തു. പക്ഷേ ഇതിൻ്റെ ചക്കക്കുരു ഒത്തിരി നല്ലതായിരുന്നു. അങ്ങനെ കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് ഇത്രയും ചക്കച്ചുള എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഭക്ഷണയില എടുത്തത് നിറയെ പൊടിയായിരുന്നു, അത് നമ്മൾ കഴുകിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര ഞാനിവിടെ ചീകി എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്കയ്ക്ക് മധുരമുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് മതി. പിന്നെ തേങ്ങയിൽ ഞാൻ ജീരകവും ഏലക്കയും കൂടി ചേർത്ത് അതൊന്ന് ചതച്ചും വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോവാണ്. ആക്ച്വലി ഈ ചക്ക ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ആ ചക്കച്ചോളം എടുത്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇത് ഞങ്ങൾ പരമ്പരാഗത രീതിയിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടി ഇട്ട് കൈ വെച്ച് തിരുമാൻ ശ്രമിച്ചു. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവസാനം പിന്നെ അത് കുറച്ച് മിക്സിയിലൊക്കെ ഇട്ട് ചെയ്താണ് എടുത്തത്. അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ആ ചക്കച്ചോളം എടുക്കുന്നതാണ് നല്ലത്. പിന്നെ അതിലേക്ക് ശർക്കരയും ആ തേങ്ങയൊക്കെ ഇട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി അതിലേക്ക് പൊടിയും കൂടി ചേർക്കുവാണ്. ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ചേർക്കാം നമുക്ക്. ഇനി അതൊന്ന് തിരുമ്മി പിടിപ്പിക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടായിരുന്നേ. ഏട്ടനെ കൊണ്ട് ഞാനതിങ്ങനെ കുഴക്കാൻ പറഞ്ഞ്. പക്ഷെ അത് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, എളുപ്പത്തിന് നമുക്ക് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മിക്സിയിലിട്ടിരുന്നെങ്കിൽ. ഇത് പിന്നെ അവസാനം ഞാൻ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ആ ഇല എടുത്തിട്ട് അതിങ്ങനെ ഒരു കുമ്പിള് പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് നിറച്ച് ഇനി അത് വേവിച്ചാൽ മതി. അത് ഞങ്ങൾ അങ്ങനെ കുഴച്ചതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇതിന്. പിന്നീട് അത് മിക്സിയിലൊക്കെ അടിക്കേണ്ടി വന്നപ്പോഴത്തേക്കും കണ്ടോ അങ്ങ് ലൂസായിപ്പോയി, ആകെ അങ്ങ് മെസ്സിയായി. പിന്നെ അത് നമ്മളിങ്ങനെ അപ്പച്ചമ്പിൽ വെച്ചിട്ട് അതിങ്ങനെ ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ കുറച്ചൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഇത് തുറക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ട്, ഭയങ്കര ഒരു എന്താ പറയുക, അത് ആ ഇലയുടെയും കൂടെ ഒരു സ്മെല്ലാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. കാണാനൊരു ഇതായില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഒരു തിരക്ക് പിടിച്ചൊരു വൈകുന്നേരമായിരുന്നു. കുറേ ചേമ്പും പറിച്ചു. കുറേ ഇല്ലായിരുന്നു, വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് പിന്നെ മുഴുവൻ പറിച്ചുമില്ല. പിന്നെ നമ്മുടെ കുമ്പിളപ്പമൊക്കെ ആയിട്ട് തിരക്ക് പിടിച്ചതാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ട് അവസാനം ഇത് കഴിക്കാനും പറ്റി. അത്രയേ ഉള്ളൂ. താങ്ക് യു.